ഇനി ചിറ്റൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി മുരുകദാസിന്റെ പ്രതികരണത്തിലേക്കാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന് അവകാശപ്പെടുകയാണ് LDF സ്ഥാനാർത്ഥി. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മണ്ഡലം നിലനിർത്തും എന്നാണ് മുരുകദാസിന്റെ ആത്മവിശ്വാസം. അദ്ദേഹം 24നോട് സംസാരിച്ചു. അതിലേക്ക് ചിറ്റൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി വി മുരുകദാസാണ് എന്നോടൊപ്പമുള്ളത്. അദ്ദേഹം ആദ്യമായാണ് നിയമസഭയിലേക്ക് ജനവിധി തേടുന്നത്. ചിറ്റൂർ നിലനിർത്തുമോ? തീർച്ചയായും ചിറ്റൂർ നിലനിർത്തുമെന്ന് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം കണ്ടാൽ നമുക്ക് മനസ്സിലാകില്ലേ. ഈ തെരഞ്ഞെടുപ്പ് ചിറ്റൂരിലെ ജനത നോക്കിക്കാണുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിലവിലെ സിറ്റിംഗ് MLA മന്ത്രി കൂടിയായ കെ കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായാണ് താങ്കൾ എത്തുന്നത്. അപ്പോൾ അത് ഓരോ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെ ആ റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത്? ഇവിടെ കഴിഞ്ഞ 10 വർഷമായി കൃഷ്ണൻകുട്ടിയേട്ടൻ MLA ആണ്. 1980 മുതൽ കൃഷ്ണൻകുട്ടിയേട്ടനാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻകുട്ടിയേട്ടൻ വ്യക്തമായി എടുത്തൊരു തീരുമാനമാണ് അദ്ദേഹം ഇനി മത്സര രംഗത്തേക്കില്ല എന്നുള്ളത്. അദ്ദേഹം ഏറ്റെടുക്കാൻ മനസ്സിൽ കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങൾക്ക് വിധേയമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ മുരുകദാസിനെ കൊണ്ട് സാധിക്കുമെന്ന പരിപൂർണ വിശ്വാസം ഇടതുപക്ഷ മുന്നണിക്കും കൃഷ്ണൻകുട്ടിയേട്ടനും ഉണ്ടായതുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിത്വം നൽകി എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതനാണ് എതിർ സ്ഥാനാർത്ഥി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങൾ UDF ഭരണത്തിലെത്തി. അപ്പോൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതുമായി നമുക്ക് കൃത്യമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഒരു വാർഡിൽ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികൾ, പ്രാദേശികമായ ചില സ്വാധീനങ്ങളൊക്കെ അവിടെ ഉണ്ടാവാം. ഇവിടെ ഇതൊരു പൊതു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ പൊതു രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ നാടിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ ആരാണ് ചെയ്തിട്ടുള്ളത്, UDFൻ്റെ കാലത്ത് എന്തായിരുന്നു ഇവിടുത്തെ വികസനമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാം. അല്ലാതെ കാലാകാലങ്ങളായി LDF ഭരിച്ചിരുന്നൊരു മണ്ഡലമല്ല. 20 വർഷക്കാലം UDF ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ എന്ത് സംഭവിച്ചുവെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ 10 വർഷമായി ആദ്യം 7600-ഉം പിന്നീട് ഈ 35,000-ഓളം വോട്ടിൻ്റെയും ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തെ ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കില്ല. ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി വി മുരുകദാസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തകരുമൊപ്പം ഉള്ളത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.